നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ T20 ആണ്. ഏഷ്യാകപ്പിലെ വിവാദവും നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ശേഷം T20 ലോകകപ്പിൽ നിന്ന് ഇന്ത്യ പാക് പോരാട്ടമാണ്. തുടർച്ചയായ മൂന്നാം ജയത്തിലൂടെ സൂപ്പർ 8-ൽ സ്ഥാനമുറപ്പിക്കാനാണ് ഇരു ടീമുകളും ലക്ഷ്യപ്പെടുന്നത്. വൈകിട്ട് 7-ന് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ത്രില്ലർ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. ലക്ഷ്യം തുടർച്ചയായ മൂന്നാം ജയവും സൂപ്പർ 8 പ്രവേശനവും. അമേരിക്കയെയും നമീബിയയെയും തകർത്താണ് ഇന്ത്യയുടെ വരവ്. നെതർലൻഡ്സിനെയും അമേരിക്കയെയും തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാൻ. നമീബിയക്കെതിരായ മത്സരത്തിൽ കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മ ഇന്ന് ഇന്ത്യൻ നിരയിൽ തിരിച്ചെത്തിയേക്കും. മധ്യനിരയിൽ ഫോമിലെത്താത്ത റിങ്കു സിംഗിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനും നറുക്കു വീണേക്കാം. T20 ലോകകപ്പിലെ മത്സരമെന്ന ആവേശത്തിനപ്പുറം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ സമീപകാല വിഷയങ്ങൾ കൂടി ചേരുമ്പോൾ വീറും വാശിയും നിറഞ്ഞ മത്സരത്തിനാണ് ആരാധകരുടെ കാത്തിരിപ്പ്. ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ ലോകകപ്പിൽ ഇന്ത്യയുമായി കളിക്കില്ലെന്ന് ആദ്യം നിലപാടെടുത്ത പാകിസ്ഥാൻ ICCക്ക് വഴങ്ങിയാണ് തീരുമാനം മാറ്റിയത്. ഏഷ്യാകപ്പിലെ ഹസ്തദാന വിവാദം ലോകകപ്പിലും ആവർത്തിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് പകൽ സമയത്ത് കൊളംബോയിൽ മഴ സാധ്യതയുണ്ട്. എന്നാൽ മത്സര സമയത്ത് മഴ പെയ്യാനുള്ള സാധ്യത കുറവാണെന്നാണ് സൂചന. കാലാവസ്ഥ തണുപ്പാണെങ്കിലും പോരാട്ടത്തിന് ചൂട് കൂടുമെന്നുറപ്പാണ്. സ്പോർട്സ് ഡെസ്ക് മീഡിയ 1. ഈ ഇന്ത്യ പാക് T20 മത്സരത്തിന്റെ ടിക്കറ്റുകൾക്ക് വൻ ഡിമാൻഡ് ആണെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. മത്സരം വീക്ഷിക്കാനെത്തുന്ന ക്രിക്കറ്റ് ആരാധകരുടെ എണ്ണം ഉയർന്നതോടെ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ വാടക കുത്തനെ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിമാന ടിക്കറ്റുകൾ നോക്കുമ്പോൾ ആ ടിക്കറ്റിനും വലിയ രീതിയിൽ തന്നെയാണ് നിരക്ക് ഉയർന്നിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് കൊളംബോയിലേക്കുള്ള ടിക്കറ്റിന് 1,18,000 രൂപയായി. അതായത് സാധാരണ ഇത് 30,000 രൂപയായിരുന്നു. നോക്കുകയാണെങ്കിൽ ഏകദേശം 5 ഇരട്ടിയിലധികമാണ് ടിക്കറ്റ് നിരക്ക് ഉയർന്നതായി കാണാൻ പറ്റുന്നത്. ഇനി ഹോട്ടൽ വാടക നോക്കുകയാണെങ്കിൽ മുറികൾക്കും വാടക 5 ഇരട്ടിയായിട്ടുണ്ട്. സാധാരണ $150 ലഭിച്ചിരുന്ന മുറികൾക്ക് കുറഞ്ഞത് $750 ഒക്കെ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ആരാധകർ വളരെയേറെ ആവേശത്തോടെയാണ് കാത്തിരുന്നത് ഈ ഇന്ത്യ പാക് മത്സരത്തെ. പക്ഷേ ഇപ്പോൾ ആരാധകർക്ക് ചെറിയൊരു നിരാശ നൽകുന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതായത് മത്സരത്തിന് മഴ ഭീഷണിയാകുന്നുണ്ടെന്നാണ് ശ്രീലങ്കൻ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. മത്സര ദിവസം ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇത് മത്സരത്തിന് ഭീഷണിയായേക്കുമെന്നാണ് ശ്രീലങ്കയുടെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനിടെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ പാക് ടീമിൽ പരിഭ്രാന്തി പരത്തി ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, ഒരു പാമ്പാണ് സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ടീമിന്റെ ഡഗൌട്ടിന് സമീപമാണ് ഭീമാകാരനായ ഈ പാമ്പിനെ കണ്ടെത്തിയത്. ഇതിന്റെ വീഡിയോ ഒക്കെ ഇതിനകം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള മത്സരത്തിന് മുന്നോടിയായി പാകിസ്ഥാൻ ടീം പരിശീലനത്തിന് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായി ഗ്രൗണ്ട് ഒരുക്കുന്നതിനിടെയാണ് പാക് താരങ്ങൾ ഇരിക്കുന്ന ഡഗൌട്ടിന് തൊട്ടടുത്തായി ഒരു വലിയ പാമ്പ് എഴഞ്ഞു നീങ്ങുന്നത് സ്റ്റാഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ സ്റ്റാഫ് പാമ്പിനെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. ഗ്രൗണ്ട് സ്റ്റാഫ് എത്തി പാമ്പിനെ ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് കയറ്റുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് വൈറലായി മാറിയതും. പിടികൂടിയ പാമ്പിനെ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുമെന്നാണ് സ്റ്റേഡിയം അധികൃതർ അറിയിച്ചത്. ഇത് വിഷമില്ലാത്ത ഇനമാണെന്നും ആശങ്കപ്പെടാനില്ലെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പ്രേമദാസ സ്റ്റേഡിയത്തിൽ പാമ്പ് പ്രത്യക്ഷപ്പെടുക എന്നത് ഇതാദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ലങ്ക പ്രീമിയർ ലീഗ് മത്സരങ്ങളിലും നേരത്തെ പാമ്പ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളി തടസ്സപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലുണ്ടായ ഈ സംഭവം എന്തായാലും ആരാധകർക്കിടയിൽ ചെറിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണം ആ ആശങ്ക അങ്ങ് ഒഴിവായി. പക്ഷേ ഇപ്പോഴും കൊളംബോയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ ഒരു പാമ്പ് കൂടി വരുന്നത്. ഇതെല്ലാം ആരാധകർക്കിടയിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ 2020 ലോകകപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ജയം ദക്ഷിണാഫ്രിക്കയ്ക്ക് ആയിരിക്കുകയാണ്. ന്യൂസിലൻഡിനെ 7 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക തോൽപ്പിച്ചത്. 44 പന്തിൽ പുറത്താകാതെ 86 റൺസ് എടുത്ത ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രത്തിന്റെ തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് ആണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് അനായാസ ജയമൊരുക്കിയത്. സ്കോർ ന്യൂസിലൻഡിന് 20 ഓവറിൽ 7-ന് 175, ദക്ഷിണാഫ്രിക്ക 17.1 ഓവറിൽ 3-ന് 178. എയ്ഡൻ മാർക്രത്തിന്റെ ടോപ്പ് ഓർഡറിലെ തകർപ്പൻ ഇന്നിംഗ്സിന്റെ ബലത്തിൽ ന്യൂസിലാൻഡ് നൽകിയ വിജയലക്ഷ്യം വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ 17.1 ഓവറിലാണ് ദക്ഷിണാഫ്രിക്ക മറികടന്നത്. മാർക്രം 44 പന്തിൽ 86 റൺസുമായി ഡേവിഡ് മില്ലറും വിജയസമയത്ത് ക്രീസിലുണ്ടായിരുന്നു. ഡുവാൽ ബ്രിവിസ്, റയാൻ റിക്കൾട്ടൺ, ക്വിന്റൻ ഡികോക്ക് എന്നിവരും അതിവേഗത്തിൽ സ്കോറിംഗ് നടത്തി.
രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ശുഭ്മൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയ നടപടി കഴിഞ്ഞ വർഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. ഇപ്പോഴിതാ 2017 MS ധോണിയിൽ നിന്ന് വിരാട് കോഹ്ലിയിലേക്കുള്ള ആ ഒരു ക്യാപ്റ്റൻസി മാറ്റത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2014 ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെയാണ് അപ്രതീക്ഷിതമായി ധോണി ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്നത്. പിന്നാലെ BCCI കോഹ്ലിയെ ടെസ്റ്റ് ക്യാപ്റ്റനാക്കി മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് 2017 ധോണിയിൽ നിന്ന് നിശ്ചിത ഓവർ ക്യാപ്റ്റൻ സ്ഥാനം കൂടി കോഹ്ലിയിലേക്ക് എത്തുന്നത്. ധോണി ഈ തീരുമാനം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് അന്ന് പ്രചരിപ്പിച്ച റിപ്പോർട്ടുകൾ. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാൻ BCCI ധോണിയെ നിർബന്ധിക്കുകയായിരുന്നുവെന്നും സ്ഥാനം ഒഴിയുകയാണെന്ന് വ്യക്തമാക്കി ഒരു ഇമെയിൽ അയക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. 2017 മുൻ BCCI സെലക്ഷൻ പാനൽ അംഗം ജതിൻ പരഞ്ജിപ്പയും അന്നത്തെ ചീഫ് സെലക്ടറായിരുന്ന MSK പ്രസാദുമാണ് ഒരു പരിപാടിക്കിടെ ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചുമതലയേറ്റിരിക്കുന്ന വിരാട് കോഹ്ലിക്ക് ധോണി അന്ന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും പരഞ്ജിപ്പെ പറഞ്ഞിട്ടുണ്ട്. വിരാടിനൊപ്പം പൂർണ്ണമായും പ്രവർത്തിക്കുമെന്നും വിരാട് സ്വന്തം സഹോദരനെ പോലെയാണെന്നും തന്റെ അനുഭവ സമ്പത്ത് അദ്ദേഹവുമായി പങ്കുവയ്ക്കുമെന്നും ഒരു നല്ല ടീമിനെ സൃഷ്ടിക്കുമെന്നാണ് ധോണി അന്ന് പറഞ്ഞതെന്നും പരഞ്ജിപ്പെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. FA കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ന്യൂ കാസലും ലിവർപൂളും പ്രീ ക്വാർട്ടറിലെത്തിയിരിക്കുകയാണ്. സാൽഫോർഡ് സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് സിറ്റിയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. ന്യൂ കാസൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ 1-3 ഗോളിന്റെ ആവേശജയം നേടി. ബ്രൈറ്റനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർത്താണ് ലിവർപൂൾ പ്രീ ക്വാർട്ടറിലെത്തുന്നത്. ഇന്ന് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ആഴ്സണലും കളത്തിലിറങ്ങുന്നുണ്ട്. ലാലിഗയിലേക്ക് പോയാൽ റയൽ മാഡ്രിഡ് വിജയ കുതിപ്പ് തുടരുകയാണ്. റിയൽ സൊസൈദാദിനെ 1-4 ഗോളുകൾക്ക് തകർത്തിട്ടുണ്ട്. റയലിനായി വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളും നേടിയിട്ടുണ്ട്. ജയത്തോടെ 60 പോയിന്റുമായി ബാഴ്സലോണയെ പിന്തള്ളി റയൽ മാഡ്രിഡ് പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടുണ്ട്. സൗദി പ്രോ ലീഗിലേക്ക് നോക്കുമ്പോൾ അൽ നസറിന് ജയമുണ്ടായിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചെത്തിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അൽ ഫത്തേഹിനെ കീഴടക്കിയിട്ടുണ്ട്. അൽ നസറിനായി റൊണാൾഡോയും യാഹിയും വലകുലുക്കി. നിലവിൽ 52 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ് അൽ നസർ. 53 പോയിന്റോടെ അൽ ഹിലാലാണ് ഒന്നാമത്. ദക്ഷിണ മേഖല അണ്ടർ-14 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കരുത്തരായ ഹൈദരാബാദിനെതിരെ കേരളം ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 6 വിക്കറ്റിന് 445 റൺസ് എന്ന നിലയിൽ 1ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. വസിഷ്ഠ്, അരുൺ, ആരോൺ അലക്സ് എന്നിവരുടെ തകർപ്പൻ സെഞ്ചുറികളാണ് കേരളത്തിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദിന് 27 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. ഓപ്പണറായി ഇറങ്ങിയ വസിഷ്ഠ് 120 പന്തുകളിൽ നിന്നാണ് 124 റൺസ് നേടിയത്. 14 ബൗണ്ടറികളും 2 സിക്സറും അടങ്ങുന്നതായിരുന്നു വസിഷ്ഠിന്റെ ഇന്നിംഗ്സ്. ക്യാപ്റ്റൻ അർജുൻ വി നായർക്കൊപ്പം 129 റൺസാണ് വസിഷ്ഠ് കൂട്ടിച്ചേർത്തത്. അർജുൻ 56 റൺസ് എടുത്തു. 55 പന്തുകളിൽ നിന്ന് 50 റൺസുമായി പുറത്താകാതെ നിന്ന എഡ്വിൻ എൽദോസിന്റെ പ്രകടനവും ശ്രദ്ധേയമായിട്ടുണ്ട്. ഹൈദരാബാദിന് വേണ്ടി വെങ്കറ്റ് സാഗർ 2 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദിന് 27 റൺസ് എടുക്കുന്നതിനിടെ ഓപ്പൺമാരായ ഗൗതം റെഡ്ഡിയുടെയും റിതേഷ് റെഡ്ഡിയുടെയും വിക്കറ്റുകൾ നഷ്ടമായി. ധീരജ് കൃഷ്ണയ്ക്കും എഡ്വിൻ എൽദോസിനുമാണ് വിക്കറ്റ്.